ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ടൂറിസം വകുപ്പിലടക്കം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന തസ്തികകൾ PSCക്ക് വിട്ടതല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, ടൂറിസം വകുപ്പിലടക്കം സ്ഥിരപ്പെടുത്തൽ, ആരോഗ്യ വകുപ്പിലും ആ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. എന്തെല്ലാം വിഷയങ്ങളാണ്, ഏതെല്ലാം രീതിയിലുള്ള തീരുമാനങ്ങളാണ്, പ്രത്യേകിച്ച് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ മന്ത്രിസഭായോഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? വിവരങ്ങൾ. 10 വർഷം താൽക്കാലിക ജീവനക്കാരെ ജോലി നോക്കിയിട്ടുള്ളവരെ സ്ഥിരപ്പെടുത്തുന്ന സംബന്ധിച്ച് നിരവധി ഫയലുകൾ മന്ത്രിസഭായോഗത്തിന് പരിഗണനയ്ക്കുണ്ടായിരുന്നു. ഇതിൽ പലതിലും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുമുണ്ട്. ടൂറിസം വകുപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരപ്പെടുത്തൽ തീരുമാനങ്ങളുണ്ട്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ PSC നിയമനം നടത്തിയത്, അതിന് PSCക്ക് വിട്ട തസ്തികകൾ ഏതെങ്കിലും നിയമനം നടന്നിട്ടുണ്ടെന്ന കാര്യം പരിശോധിക്കാൻ മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതായത് ഇതുവരെ നടന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ നിയമനങ്ങളിൽ ഏതെങ്കിലും PSCക്ക് വിട്ട തസ്തികയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആ നിർദ്ദേശം. അതുണ്ടെങ്കിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം. റാങ്ക് ലിസ്റ്റിൽ ഒഴിവുള്ള നിയമനങ്ങൾ ഇനിയുണ്ട്. ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഒഴിവുണ്ടായിട്ടും നിയമനം നടക്കാതെയുണ്ടോ എന്ന് പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ PSCക്ക് വിട്ട തസ്തികളല്ലെന്ന് ഉറപ്പാക്കണം. അതായത് നേരത്തെ സർക്കാർ തീരുമാനിച്ച പോലെ 10 വർഷമോ അതിലധികമോ താൽക്കാലിക ജോലിക്കാരായി ഉണ്ടെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തേണ്ട ശുപാർശ മന്ത്രിസഭായോഗത്തിന് പരിഗണനയ്ക്കുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂല തീരുമാനം എടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. മാനുഷിക പരിഗണന എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് സർക്കാർ സ്ഥിരപ്പെടുത്തും. പക്ഷേ ഇതുവരെ നടന്ന നിയമനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ PSCക്ക് വിട്ട തസ്തികളോ അല്ലെങ്കിൽ PSC ജോലിക്ക് വിടാൻ സാധ്യതയുള്ള തസ്തികൾ ഉണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരം സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിൽ ചർച്ചകൾ ഉണ്ടായില്ല. അത് നേരത്തെ തന്നെ സർക്കാർ ചർച്ച ചെയ്ത് നിലപാട് അറിയിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സമരം തുടരും. അത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ഇന്നലെ 4612 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് രോഗബാധിതർ 10 ലക്ഷമായത്. രാജ്യത്തെ നിലവിലെ രോഗികൾ 40% കേരളത്തിലാണ്. ഇന്നലെ വരെ 10,04,135 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. 63,484 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 3,985 പേർ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചു. ഒരു വർഷവും 15 ദിവസവും പിന്നിടുമ്പോഴാണ് കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 10 ലക്ഷം കടന്നത്. ആദ്യ 8 മാസത്തിലാണ് 1 ലക്ഷം പേർ രോഗികളായതെങ്കിൽ പിന്നീട് രോഗവ്യാപനം രൂക്ഷമായി. ഇടയ്ക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കൂടി. പ്രതിദിന പരിശോധന 1 ലക്ഷമായി ഉയർത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും മൈനസിലെത്തി. താപനില താഴ്ന്നതോടെ മഞ്ഞു പുതഞ്ഞ മൂന്നാറിലെ പ്രഭാത കാഴ്ചകൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യമാണ്. തണുപ്പേറിയതോടെ സഞ്ചാരികളും കൂടുതലായി മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങി. ഇതിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിലെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് തകർച്ച. 119 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് 6 വിക്കറ്റുകൾ നഷ്ടമായി. ജാക്ക് ലീച്ച് 3 വിക്കറ്റ് നേടി. നേരത്തെ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 134-ന് അവസാനിച്ചിരുന്നു. ന്യൂസ് റൂം ലൈവ് തുടരും. അടുത്ത മണിക്കൂറിൽ കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം.news18.